പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കർത്താവ് നമുക്ക് ഒരു പുതിയ മാസം നൽകി തന്നു. പുതിയ മാസത്തിൽ ഇന്ന് ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പുതിയ പുസ്തകം ബൈബിളിൽ നിന്ന് ചിന്തിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് റോമ ലേഖനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ചില നാളുകൾ നമുക്ക് റോമ ലേഖനത്തിൽ നിന്ന് ധ്യാനിക്കണം. ഒരു ദൈവശാസ്ത്രപരമായ ഒരു പഠനം എന്ന രീതിയിലല്ല നമ്മുടെ ഈ ജീസസ് എവരിഡേ ധ്യാനങ്ങൾ പോകുന്നത്. ഓരോ വാക്യങ്ങൾ ഇങ്ങനെ വായിച്ച് അതിനകത്തുള്ള ഒരു ദൈവിക സന്ദേശം, നമുക്ക് വേണ്ട ഒരു ദൈവിക ആലോചന അതിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നു. ആരെഴുതി, എപ്പോഴെഴുതി, എങ്ങനെ എഴുതി, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഗ്രീക്ക്, ഹീബ്രു ഇതിലോട്ടൊന്നും നമ്മൾ പോകാറില്ല. എന്നാൽ നമ്മളിത് ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ജീവൻ ഉണ്ടാകണം, നമുക്കൊരു ബലമുണ്ടാകണം. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചതാണ്. അത് ഒത്തിരി പേർക്ക്, പ്രത്യേകിച്ച് എനിക്കും വലിയ അനുഗ്രഹമായി തീർന്നു. ബൈബിളിൽ 4 സുവിശേഷങ്ങളുണ്ട്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ആ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലന്മാരുടെ ചരിത്രം പറയുന്നു. ഇനി നമ്മൾ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ, ലേഖനങ്ങൾ അത് നമ്മുടെ ജീവൻ്റെ മന്നയാണ്. ഒരു വിശ്വാസി എന്താണ് എന്നറിയണമെങ്കിൽ ലേഖനങ്ങളിലൂടെ കയറിയിറങ്ങണം. പൗലോസ് എന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ദൈവവചന വെളിപ്പാടുകൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വളരും. വിശ്വാസം വളരണമെങ്കിൽ ആദ്യം വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ അറിയുക, അംഗീകരിക്കുക, ഏറ്റെടുക്കുക. 3 അനുഭവത്തിലൂടെ കടന്നു പോകണം. ആദ്യം അറിയണം, അറിഞ്ഞെന്ന് കരുതി നമ്മുടേതല്ല. അംഗീകരിക്കണം, അംഗീകരിച്ചാലും നമ്മുടേതാകത്തില്ല. നാം അതിനെ സ്വന്തമാക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റെടുക്കണം. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റെടുത്തതുപോലെ തന്നെ ഓരോ ദിവസവും കേൾക്കുന്ന വചനം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നമ്മൾ വാ കൊണ്ട് ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടേതായി മാറും. ദൈവത്തിൽ, കർത്താവിൻ്റെ അമിത ബലത്തിൽ, ദൈവവചനത്തിലൂടെ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് റോമാലേഖനം ആരംഭിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. തുടങ്ങുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, വിശുദ്ധ രേഖകളിലുള്ള വാഗ്ദത്തം. ദൈവം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം വിശുദ്ധ രേഖകളിലൂടെ പ്രവാചകന്മാർ മുഖാന്തരം തന്നു. ഒരു സാധാരണ കാര്യമല്ല ഇത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ചില പ്രവാചകന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ സമയമായപ്പോൾ മറിയയിലൂടെ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ച് അങ്ങനെ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായ യേശുക്രിസ്തു എന്ന സുവിശേഷം, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന വാഗ്ദത്തം, ആ വാഗ്ദത്തത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാഗ്ദത്തം
എന്നോട് വാഗ്ദത്തമുണ്ട് പാസ്റ്ററെ, എന്നോട് ദൈവം ഒരു വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൾക്കൊരു നല്ല ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹയർ സ്റ്റഡീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, UK പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വാഗ്ദത്തങ്ങൾ തന്നെ ആണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വെച്ച് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാഗ്ദത്തം യേശു ക്രിസ്തുവാണ്. ഒരുവനെ യേശുവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവനെ സ്വർഗം ലഭിച്ചു എന്നർത്ഥം, അവന് നിത്യജീവൻ ലഭിച്ചു എന്നർത്ഥം, അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി എന്നർത്ഥം. ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കുന്ന മറ്റൊരു വാഗ്ദത്തവും നമ്മെ നിത്യതയുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു എന്ന വാഗ്ദത്തം ദൈവം തൻ്റെ പുത്രൻ മുഖാന്തിരം നമുക്ക് നൽകി തന്നു. ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വാഗ്ദത്തം കർത്താവായ യേശുവാണ്. നമുക്ക് സഭയിൽ വരുമ്പോൾ പലരും പ്രവചനങ്ങൾ കേൾക്കും, മറ്റു പലരും വെളിപ്പാടുകൾ പറയും. വാഗ്ദത്തങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നോട് സഭയിൽ വന്നപ്പോൾ ദൈവം മകളെ നിന്റെ അവസ്ഥ മാറുമെന്ന് പറഞ്ഞു, മകനെ നിന്റെ സ്ഥിതി മാറുമെന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ഥിതി മാറാൻ ചിലപ്പോൾ ചില വർഷങ്ങൾ തന്നെ എടുത്തെന്നിരിക്കാം. എന്നാൽ സഭയിൽ ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ, യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിലൂടെ അറിയിച്ചിട്ട് അന്ത്യകാലത്ത് വെളിപ്പെട്ട വാഗ്ദത്തം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മാത്രയിൽ അതേ നിമിഷത്തിൽ ഒരു വലിയ വാഗ്ദത്ത നിവർത്തി നടക്കുന്നുണ്ട്. ജാതികളായിരുന്ന നമ്മൾ ആരായി മാറുന്നു? ദൈവ മക്കളായി മാറും. പാപികളായിരുന്നവർ വിശുദ്ധരായി മാറുന്നു. അനീതിയുടെ കൂലിയിൽ ന്യായവിധിയിലൂടെ നരകശിക്ഷയ്ക്ക് വിധേയപ്പെട്ടവർ നീതിമാന്മാരായി ശിക്ഷാവിധിയില്ലാത്തവരായി മാറുന്നു. റോമാലേഖനം പഠിക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷകരമായ അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. പൊതുവെ സുവിശേഷം 4 പുസ്തകങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോഴുള്ള സന്തോഷം പലർക്കും റോമാലേഖനം മുതൽ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകാറില്ല. പലരും അതിലേക്ക് വരാറില്ല. ഇന്നും ഒത്തിരി പേര് സങ്കീർത്തനത്തിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നവരുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ വളരെ 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 സന്തോഷം അനുഭവിക്കാൻ ഈ റോമാലേഖനത്തിലൂടെ നമുക്ക് കഴിയും. യേശു ക്രിസ്തു എന്ന വാഗ്ദത്തം അത് ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ലഭിക്കാനുള്ള ചെറിയ ചെറിയ വാഗ്ദത്തങ്ങളെ ഓർത്താണ് നമ്മൾ പലപ്പോഴും വിഷമിച്ചിരിക്കുന്നത്. എന്നാൽ ലഭിച്ച വാഗ്ദത്തം, ഈ വാഗ്ദത്തത്തിന് വേണ്ടി ഈ പ്രവാചകന്മാർ പ്രവചിച്ചപ്പോൾ ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് അവർ ആരാഞ്ഞു നോക്കി. അവർ തങ്ങൾക്കായിട്ടല്ല, നമുക്ക് വേണ്ടിയാണ് എന്നവർ മനസ്സിലാക്കി. അവരുടെ കാലത്ത് നടന്നില്ല. ഭാഗ്യവശാൽ കൃപയാൽ ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മുടെ കാലത്ത് ഈ വാഗ്ദത്തം നിറവേറ്റപ്പെട്ടു. 2000 വർഷമായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ വാഗ്ദത്തത്തിൻ്റെ അവകാശത്തിൽ നടക്കാൻ കഴിയുന്നു. പണ്ട് പ്രസ്താവിച്ചത് സംഭവിച്ചിരിക്കുന്നു. ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇന്ന് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം സ്വർഗതുല്യമായി മാറുന്നു. ഇതാണ്
മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. ദൈവം നേരത്തെ വാക്ക് പാലിച്ചു. 2000 വർഷമായിട്ട് ദൈവം വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവം വാക്ക് പറഞ്ഞാൽ പാലിക്കും. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം. റോമാലേഖനം 8 പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഏറ്റവും വലിയ വാഗ്ദത്തം ലഭിച്ചവരാണ് നമ്മൾ. ഇന്ന് വീടിനെ ഓർത്തും മക്കളുടെ ഭാവി ഓർത്തും കുടുംബജീവിതത്തിലെ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഓർത്തും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ച് ദൈവം എന്നാണ് ഇതിനൊരു മറുപടി തരുന്നതെന്ന് ഭാരപ്പെടുമ്പോൾ റോമർ 8 ആ വാക്യം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ, നമുക്ക് വേണ്ടി മരത്തിൽ തൂങ്ങുവാൻ, ശപിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? ഏറ്റവും വലിയ വാഗ്ദത്തം ലഭിച്ചവർ ഇതിന് ആമേൻ പറയണം. എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ടാകും. റോമാലേഖനത്തിൻ്റെ ആദ്യ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ ബലപ്പെടണം. യേശുവിനെ തന്നു, അതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. അതിൻ്റെ കൂടെ സകലതും നമുക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ അനുഗ്രഹങ്ങളിലേക്കും ചവിട്ടിക്കയറും. ആദ്യ ചുവട് കയറിയെങ്കിൽ ഇനി യാക്കോബ് കണ്ട കോവേണി പോലെയാണ്, സ്വർഗത്തോളമുള്ളൊരു കോവേണി. അതിലൂടെ ദൂതന്മാർ ഇറങ്ങുന്നു, കയറുന്നു. അവർ പറയുന്നത് ഇറങ്ങാനും കയറാനും കഴിയും സ്വർഗം വരെ. യേശു കർത്താവ് നഥനയേലിനോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ അടുക്കലേക്ക് ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും നിങ്ങൾ കാണും. ഒരു വഴി കർത്താവ് തുറന്നു, സ്വർഗത്തിലേക്കുള്ള വഴി. അതിലേക്ക് കയറുവാൻ യേശു ക്രിസ്തു എന്ന കോവേണി നമുക്കായി ഒരുക്കപ്പെട്ടു. എല്ലാവർക്കും, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പുതുവഴി തുറന്നിരിക്കുകയാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. ഓരോ ദിവസവും ദൈവവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കി ബലപ്പെടാൻ യേശു കൃപ തരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, റോമാലേഖനത്തിലേക്ക് ഞങ്ങൾ വരുന്നു. ഈ പുസ്തകത്തിൽ ഓരോ അധ്യായങ്ങളിലും ഓരോ വാക്യങ്ങളിലുള്ള ദൂതുകൾ, വെളിപ്പാടുകൾ ഞങ്ങളെ മാറ്റിമറിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത വചനങ്ങളാൽ ജനങ്ങൾ ജീവനും ചൈതന്യവും പ്രാപിക്കട്ടെ. കൃപകളും വരങ്ങളും കൊണ്ട് അവർ നിറയട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. യേശു എന്ന വാഗ്ദത്തം ലഭിച്ച ഇവർക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാ വാഗ്ദത്തങ്ങളിലേക്കും ചുവടുകൾ വയ്ക്കാനുള്ള കൃപയുണ്ടാകട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ ലേഖനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ വീടുകളിൽ സംഭവിക്കട്ടെ. ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ഒത്തിരി ആശ്രയിക്കാൻ ഈ പുസ്തകം കാരണമാകട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. God bless you. she